നമ്മൾ പല യൂട്യൂബ് തംബ്നെയിലും അതേപോലെ തന്നെ പോസ്റ്റേഴ്സൊക്കെ കാണുന്ന സമയത്ത് ഇമേജസിൻ്റെ പിറകിലായി ഇതേപോലെ ടെക്സ്റ്റ് വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും അതെങ്ങനെയാണ് വരാമെന്നല്ലേ. അപ്പോൾ ഇന്ന് അതിനെക്കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ക്യാൻവ എന്നുള്ള ആപ്പിലാണ് നമ്മൾ ഈ ഒരു ടെക്സ്റ്റ് ഇതേപോലെ ചെയ്യുന്നത്. ആദ്യമായിട്ട് നമുക്ക് ക്യാൻവ ഓപ്പൺ ചെയ്യാം. ക്യാൻവ ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഇപ്പം ഒരു യൂട്യൂബ് തംബ്നെയിലിൻ്റെ ആ ഒരു സൈസിലുള്ളതാണ് നമ്മളിപ്പം ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ ക്രിയേറ്റ് ഡിസൈൻ എടുത്തതിന് ശേഷം യൂട്യൂബ് തംബ്നെയിൽ എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അപ്പം ഈ ഒരു യൂട്യൂബ് തംബ്നെയിലിൻ്റെ ആ ഒരു സൈസ് നമുക്ക് വരും. ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു ടെംപ്ലേറ്റാണ് നമുക്ക് വന്നിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള ടെംപ്ലേറ്റുകൾ വേണമെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. ഒരുപാട് ടെംപ്ലേറ്റുകളുണ്ട്. ഇതിൽ ഡിസൈൻ എന്നുള്ള സെക്ഷനിൽ പോവുകയാണെങ്കിൽ ഒരുപാട് ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇതിൽ അടുത്തതായിട്ട് നമുക്ക് വരുന്നത് ഡിസൈൻ എന്നുള്ളതിന് തൊട്ട് താഴെയായിട്ട് ലെഫ്റ്റ് സൈഡിൽ തൊട്ട് താഴെയായിട്ട് എലമെൻറ്റ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ആ എലമെൻറ്റ്സ് എന്നുള്ള ഓപ്ഷനുള്ള ഒരു ഇമേജാണ് ഞാനിപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ആ ഒരു ഇമേജ് നമുക്ക് യൂട്യൂബ് തംബ്നെയിലിൻ്റെ അതേ സൈസിലേക്ക് നമുക്ക് ഡ്രാഗ് ചെയ്തിട്ട് കുറച്ച് വലുതാക്കാം. സൈഡിൽ കാണുന്ന പോയിന്റുകളിലൊന്ന് ടച്ച് ചെയ്തതിന് ശേഷം ഒന്ന് ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ നമുക്ക് വലുതാക്കി എടുക്കാവുന്നതാണ്. ഇപ്പോൾ ആ ഒരു തംബ്നെയിലിൻ്റെ സൈസിലേക്ക് നമ്മൾ വന്നു. ഇതിന് ശേഷം നമുക്ക് ചെയ്യേണ്ടത് നമുക്കിതൊന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുകയാണ്. അപ്പം സൈഡിലുള്ള ഷെയർ എന്നുള്ളതിൽ ഓപ്ഷനിൽ നിൽക്കുകയാണെങ്കിൽ അതിൽ ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ട്. അതിൽ നമുക്ക് JPG എന്നുള്ള ആ ഒരു ഫോർമാറ്റിലാണ് ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടത്. ആ ഒരു ഇമേജ് ഇപ്പം ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇതേപോലെ ഡൗൺലോഡിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ ഒരു ഇമേജ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പം നമുക്ക് ഓൾറെഡി ഡൗൺലോഡ് ആയിട്ടുള്ള ഒരു ഇമേജ് ഉണ്ട്. അതേപോലെ നമ്മളിപ്പം ചെയ്തു വെച്ചിരിക്കുന്ന ആ ഒരു ഇമേജും ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് റിമൂവ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അതിനായിട്ട് നമ്മൾ റിമൂവ് BG എന്നുള്ള ആ ഒരു വെബ്സൈറ്റിലേക്ക് പോവുക. അതിനുശേഷം നമുക്കതൊന്ന് റിമൂവ് ചെയ്തെടുക്കാവുന്നതാണ്. അതും നമുക്ക് അവിടെ സ്റ്റോർ ചെയ്ത് വയ്ക്കാം. വീണ്ടും നമുക്ക് തിരിച്ച് ക്യാൻവയിലേക്ക് തന്നെ വരിക. അതിനുശേഷം നമുക്ക് ടെക്സ്റ്റ് ഇതിന് ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ടെക്സ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ടെക്സ്റ്റ് സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്കത് ഇവിടെ നിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്ത് ടെക്സ്റ്റാണ് നമ്മൾ ഇതിൽ ആഡ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ആ ഒരു ടെക്സ്റ്റ് നമുക്ക് ആഡ് ചെയ്യാം. ഇഷ്ടമുള്ള ഫോണ്ട് നമുക്ക് മുകളിലായിട്ട് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇഷ്ടമുള്ള ഫോണ്ട് സൈസ് നമുക്ക് സെലക്ട് ചെയ്യാം. ഇഷ്ടമുള്ള ഫോണ്ടിൻ്റെ കളർ നമുക്ക് സെലക്ട് ചെയ്യാം. പിന്നെ ഇറ്റാലിക്സിൽ വേണമെങ്കിലും ബോൾഡിൽ വേണമെങ്കിലും നമുക്ക് ഏത് ടൈപ്പിൽ വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. ഇഫക്റ്റ് കൊടുക്കാം. അതേപോലെ തന്നെ അതിൻ്റെ ട്രാൻസ്പെറൻസി കൂട്ടുക കുറയ്ക്കുക എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള ഓപ്ഷൻസ് ക്യാൻവയിലുണ്ട്. ക്യാൻവയിൽ ചെയ്യാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. കൂടുതലായിട്ട് ക്യാൻവയിലെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഈ ഒരു ടെക്സ്റ്റ് നമ്മൾ ആഡ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ തിരിച്ച് നമ്മുടെ ഗാലറിയിലേക്ക് പോവുകയാണ്. ഗാലറിയിൽ എത്തിയതിന് ശേഷം നമുക്ക് അത് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഇമേജ് നമുക്ക് അപ്ലോഡ് ചെയ്യാം. അതിനായിട്ട് ലെഫ്റ്റ് സൈഡിൽ അപ്ലോഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ പോയിട്ട് നമുക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഗാലറിയിലേക്ക് ഡയറക്റ്റ് പോവും. അതിനുശേഷം നമുക്കത് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ആ ഒരു അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഇമേജ് നേരെ ക്ലിക്ക് ചെയ്ത് ഇതിലേക്ക് ഡ്രാഗ് ചെയ്തിട്ടതിന് ശേഷം നമുക്ക് മുമ്പുള്ള ഒരു ഇമേജ് ഉണ്ടല്ലോ, നമ്മൾ തംബ്നെയിലിൻ്റെ വലുപ്പത്തിലാക്കി വെച്ചിട്ട് ആ ഒരു ഇമേജിൻ്റെ അതേ വലുപ്പത്തിലേക്ക് ഈ ഒരു ഇമേജ് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത ഇമേജ് നമുക്ക് വെച്ച് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതിൽ ഏറ്റവും ഫസ്റ്റ് ലെയറായിട്ട് നമ്മുടെ ആ ബാക്ക്ഗ്രൗണ്ട് ഇമേജും അതിനുശേഷം നമുക്ക് ആ ഒരു ടെക്സ്റ്റും അതിനുശേഷം ഈ ഒരു ഇമേജും വന്നിരിക്കുന്നതായിട്ട് കാണാം. ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ.